നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ഗുഫിറ ലഹു, അല്ലാഹുവിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. വഇൻ കാനത മിസ്ല സബദിൽ ബഹർ, കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്നതാകുന്ന തിരകൾ, നുരകൾ, പതകൾ അതിന് സമാനമായിട്ട് പാപം ചെയ്തവനായിരുന്നാൽ പോലുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നിസ്സാരമാക്കല്ല, നബി പറഞ്ഞാൽ പിന്നെ അത് അച്ചട്ടാണ്, അത് ചെയ്തോണം. അതിന് നമ്മുടെ പാപം പൊറുപ്പിച്ചു തരാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമുക്ക് തരുന്ന അമലാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലണം. ആരെങ്കിലും അല്ലാഹുവിനെ നേർക്ക് നേരെ ഞാൻ കണ്ടതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ ആരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഫൽയുഹാഫിദ് അലസ്സലവാത്തിൽ ഖംസ, ഈ 5 വഖത്ത് നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ആ നമസ്കാരം നമ്മുടെ കൈകളിലേക്ക് നൽകിയിട്ട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, എത്ര നമസ്കാരമാണ് പെങ്ങളെ നീ നഷ്ടപ്പെടുത്തി കളയുന്നത്? കല്യാണത്തിന്റെ പേര് പറഞ്ഞ് കളിതമാശകൾ പറഞ്ഞുകൊണ്ട്, സിനിമാറ്റിക് ഡാൻസ് നടത്തിക്കൊണ്ട്, റീൽസ് കണ്ടുകൊണ്ട്, റീൽസ് കളിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ ദർശിച്ചുകൊണ്ട്, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ കൊണ്ടുപോയിക്കൊണ്ട്, പാർക്കിലും മാളിലും ബീച്ച് റോഡിലും അടക്കം എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയല്ലയോ? പോകാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത പാർക്കില്ല, മാളില്ല, ബീച്ചുകളില്ല, എല്ലാ അശ്ലീലതകളിലും ഈ സമുദായം ഇന്ന് വിരാജിക്കുകയാണ്, ഓടി നടക്കുകയാണ്, ആഖിറത്തെ നഷ്ടപ്പെടുത്തുകയാണ്, പരലോകത്തെ പറ്റി ചിന്തയില്ലാതായിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, നരകത്തെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ. നരകം നിസ്സാരമല്ല സ്വഹാബ, നരകം നിസ്സാരമല്ല സ്വഹാബ. മാ തഅവദ മുഅവ്വിദുൻ അന്നാർ ഇല്ലാ ഖാലത്തിൻ നാർ അല്ലാഹുമ്മ ആമിനുഹു മിന്നീ. നരകത്തെ തൊട്ട് ഏതെങ്കിലും ഒരു വ്യക്തി 3 പ്രാവശ്യം അല്ലാഹുവിനോട് കാവൽ തേടിയാൽ, നരകം തന്നെ അല്ലാഹുവിനോട് പറയും, അല്ലാ എന്നെ തൊട്ട് അവന് അഭയം നിർഭയത്വം കൊടുക്കണേ അല്ലാ, എന്നെ തൊട്ട് അവന് നിർഭയത്വം കൊടുക്കണേ അല്ലാ. വമാ സഅല റജുലുൻ മുസ്ലിമുൻ അല്ലാഹ അൽ ജന്ന 3 മററാത്തിൻ ഇല്ലാ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ. 3 വട്ടം ഒരു സത്യവിശ്വാസി സ്വർഗത്തെ ചോദിച്ചാൽ ആ സ്വർഗം അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ അവനെ എന്നിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ കടത്താൻ സ്വർഗം അല്ലാഹുവിനോട് തേടുമേ എന്നും നബിയോനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗവും നരകവും ചോദിക്കുമ്പോഴും കാവൽ തേടുമ്പോഴും എത്ര വട്ടം ചോദിക്കുകയും എത്ര വട്ടം കാവൽ തേടുകയും ചെയ്യുന്നത്? 3 പ്രാവശ്യം. നരകത്തെ തൊട്ട് കാവൽ തേടുന്നില്ല. വെള്ളിയാഴ്ച ദിവസം ഇമാം മുമ്പിൽ നിന്നിട്ട് 3 വട്ടം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അതേ ഉള്ളൂ. ഏത്? അല്ലാഹുമ്മ പറയ് അജിർനാ മിനന്നാർ. കേട്ടിട്ട്? നരകം അത്രമേൽ പ്രധാനമാണ്, കാവൽ തേടൽ നിർബന്ധമാണ്, സാരകാരിയല്ല. അല്ലാഹു നമുക്ക് കാവൽ നസീബാക്കട്ടെ. എല്ലാ ദിവസവും സുബഹി നമസ്കരിച്ചും മഗ്രിബ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടിയാൽ ഉടനെ അനങ്ങുന്നതിന് മുമ്പ് ഒരു ദിക്റുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം? 100 വട്ടം. പിന്നെ നേരം വിളിക്കും. എത്ര പ്രാവശ്യം? 10 വട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ഗുഫിറ ലഹു, അല്ലാഹുവിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. വഇൻ കാനത മിസ്ല സബദിൽ ബഹർ, കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്നതാകുന്ന തിരകൾ, നുരകൾ, പതകൾ അതിന് സമാനമായിട്ട് പാപം ചെയ്തവനായിരുന്നാൽ പോലുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നിസ്സാരമാക്കല്ല, നബി പറഞ്ഞാൽ പിന്നെ അത് അച്ചട്ടാണ്, അത് ചെയ്തോണം. അതിന് നമ്മുടെ പാപം പൊറുപ്പിച്ചു തരാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമുക്ക് തരുന്ന അമലാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ജലിക്കല്ലവരും വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 പ്രാവശ്യം. എന്നിട്ട് അതിനോടൊപ്പം ചേർത്ത് 7 പ്രാവശ്യം ചെല്ലണം. എന്ത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 7 വട്ടം ചെല്ലുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, ചെല്ലാനുള്ളതാണ്. റമദാനാകുമ്പോൾ മിക്ക മഹലിലും ഇല്ല. എന്താ കാര്യം? ഇത് കഴിഞ്ഞ ഉടനെ കുഴിമന്തി അടിക്കണം, ഫുഡ് അടിക്കാനുള്ളതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ദ്വാരക്കാൻ കമ്മിറ്റിക്കാർ തന്നെ പറഞ്ഞിരിക്കുക ഹത്തീമിനോട്. കാരണം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ റമദാനിലെ വരുവുള്ളൂ. റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്നുള്ളത് അവരുടെ അഞ്ചത്താണ് ഒട്ടിക്കുന്നത്. റമദാൻ വരുമ്പോൾ ഇച്ചിരി ബക്കറ്റിലേക്ക് ഇട്ട് റാഹത്തായിട്ട് എടുത്ത് പോക്കറ്റ് വെക്കാൻ വേണ്ടി, എണ്ണാൻ വേണ്ടി, പൈസ എണ്ണാൻ വേണ്ടി നേരത്തെ വരും. എല്ലാവരും ഇല്ല കേട്ടോ, അങ്ങനെ ഉണ്ട്. അതിൽ നിസ്കാരം ഇല്ലാത്ത ഒരുത്ത് അങ്ങനത്തെ തീമോലും ഉണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പ് വെച്ചിട്ട് കയറി വരുന്നവരുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഓടണം. തറാവീഹിന് ജീവിതത്തിൽ വരുത്തേ ഇല്ല. മഗ്‌രിബിനാണ് വരിക, കുറച്ചാളും പേരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പൊതി ഉണ്ടെങ്കിൽ ബാക്കി കൊണ്ടുപോവുകയും ചെയ്യാം റാഹത്തായിട്ട്. അതിന് നേരത്തെ തന്നെ വന്നിരിക്കുക. അപ്പം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്തേക്കണം ഉസ്താദ്? സലാം വീട്ടിൽ ഉടനെ ദ്വാരം നേക്കണം. യാത്രക്കാരൊക്കെ ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞേക്കാം. ആലോചിച്ച് നോക്കുക. യാത്രക്കാരുണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ, അവരിതിനിരിക്കണമെന്നില്ലല്ലോ. യാത്രക്കാരെ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഖളീതുമുസ്സലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നിസ്കാരം കഴിഞ്ഞാൽ പൊയ്ക്കോളാൻ പറഞ്ഞിരിക്കുന്നത്. അത്ര ധൃതിയുള്ളവൻ പൊയ്ക്കോട്ടെ, അല്ലാത്തവരവിടെ ഇരുന്ന് ദിക്ർ ചെല്ലണം. നിസ്കാരം ഇത് റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഈ ദിക്ർ മിക്ക പള്ളിയിൽ ഒഴിവാണ്. മഗ്‌രിബിന് ശേഷം ഫുഡ് കഴിക്കണമെന്നാണ് പറയുന്നത്. അത് വരാൻ പാടില്ല. കാരണം ഓൾറെഡി നോമ്പ് തുറന്നിട്ടല്ലേ അവിടെ കയറിയത്, പട്ടിണി കിടന്നിട്ടല്ല കയറിയേക്കുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ടല്ല നോമ്പ് തുറക്കുന്നത്. പിന്നെ എപ്പോഴാണ്? ബാങ്ക് വിളിച്ച് നല്ല റാഹത്തായിട്ട് തണ്ണിമത്തം കഴിച്ചിട്ടുണ്ട്, 2 സമൂസ. അപ്പുറത്തെ പ്ലേറ്റിലെ കാക്കാക്ക് ഷുഗറാന്ന് പറഞ്ഞപ്പോൾ കൊളസ്ട്രോളാന്ന് പറയുമ്പോൾ അതും കൂടെ എടുത്ത് അണ്ണാക്കിൽ ഒട്ടിച്ച്, ഒരു മസ്ക ബണ്ണും എടുത്ത് കീറി അതും തിന്ന് റാഹത്തായിട്ട് ചായ മുക്കി അടിച്ചിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞു. കഞ്ഞി 2 പ്ലേറ്റ് അകത്താക്കി. ചായ ഉണ്ടെന്ന് പറഞ്ഞു. ചായ ഇവിടുന്ന് പറഞ്ഞ് കുടിച്ചിട്ട് പറഞ്ഞു ഇത് മധുരം ഇട്ടതാ, മധുരം ഇല്ലാത്ത പറഞ്ഞ എന്താന്ന് പറഞ്ഞ് പിന്നെയും പോയി ചായ കൊണ്ട് വാങ്ങിച്ചു കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പള്ളിക്കകത്ത് കയറിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിന് സമയമില്ല എന്ന്, കഴിക്കാൻ പോകണോ? എന്തൊരു കഴിക്കും, എന്തൊരു കഴിപ്പ്. സ്വഹാബത്ത് ഒരു കാരക്കയുടെ ഒരു ഭാഗം കീറിയിട്ട് നോമ്പ് തുറന്നു, മറ്റൊരു ഭാഗം കീറിയിട്ട് എന്ത് ചെയ്യാം? മുഖത്ത് വെച്ചിരിക്കുക, സുബൈക്ക് അത്താഴം കഴിക്കാം. അങ്ങനത്തെ സ്വഹാബത്തിന്റെ അഹ്ലുകാരാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ദിക്റിന്റെ മഹത്വം കാണിക്കേണ്ട. അത് അപ്പം കഴിഞ്ഞാൽ പോയി, അതിന്റെ പോരിശ പോയി, പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. കാരം കഴിഞ്ഞാൽ ഉടനെ അനക്കമടങ്ങാതെ അങ്ങനെ ഇരിക്കുക, അനക്കമടങ്ങിയിരിക്കണം. സലാം വീട്ടിയാൽ ഉടനെ, എന്നിട്ട് അപ്പോഴേ ചെയ്യേണ്ടതാണ്. അത് ഏറ്റവും കൂലി കിട്ടുന്ന സമയമാണ് റമദാൻ. അപ്പോൾ ഇത് ഒഴിവാക്കുക. നമ്മുടെ മഹലിൽ മിക്കെടുത്തു ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ എന്തിനാ ഇത് നോമ്പ് പിടിക്കുക, എന്തിനാ ഇതൊക്കെ എടുക്കുക? നമ്മൾ സുന്നികളല്ലേ, നമ്മളല്ലേ നഷ്ടപ്പെടുത്തി കളയുന്നത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കണം. റമദാൻ വരെയാണ്. സഹോദരിമാരും ഒക്കെ ശ്രദ്ധിക്കുക. നേരത്തെ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യാണ്ടെങ്കിൽ കടികളോ ജ്യൂസ് അടിക്കുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജ്യൂസൊക്കെ പിന്നെ ആക്കാം, നോമ്പ് തുറന്നിട്ട് പിന്നെ ആക്കാം. എല്ലാം പിന്നത്തേക്ക് വെച്ചാൽ ബാക്കിയുള്ള മെയിൻ അത്യാവശ്യം ഇച്ചിരി വെള്ളവും ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ച് ദിക്റും ദുആയായിട്ടിരിക്കാം. മഗ്‌രിബിന് ഒരു 20 മിനിറ്റ് മുമ്പ് ദിക്റും ദുആ, വേറെ ഒരു പരിപാടിയും വേണ്ട. സ്ത്രീകൾ അവരുടെ വീടുകളിൽ കൃത്യമായിട്ട് ഒളുവൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിക്കുക. കിബിലയ്ക്കമ്മമായിട്ട് ബാങ്ക് വിളിച്ചു, റാഹത്തായിട്ട് ഈത്തപ്പഴം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, നോമ്പ് തുറക്കുന്നു, റാഹത്തായി. വേഗം തന്നെ നമസ്കാരം പായൊക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വേഗം നിസ്കാരം അങ്ങ് നിർവഹിക്കണം. ആദ്യം ചെയ്യേണ്ടതാണ്. ഇത് അടുക്കളയിൽ കിടന്ന് ഈ വരകര കരിക്കല് പൊരിക്കല് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇശ കഴിഞ്ഞ് തറാവീഹനമായി. അപ്പോൾ ഇശായും ഒരുമിച്ചാക്കി മഗ്‌രിബ് ഇശായും കൂടി ജമ്മാക്കി അടിക്കുകയാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട്, യാത്രക്കാരനൊന്നും അല്ല. എന്തായാലും കയറുമല്ലോ, മുസല്ല വിരിക്കുമ്പോൾ ഒറ്റയടിക്കും. ഇനി ഇറങ്ങാനൊന്നും വരാം. അതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ ആകാൻ പാടില്ല. ആ നിസ്കാരത്തിന് പവിത്രത അതല്ലേ വേണ്ടത്. മെയിനായിട്ട് അതാണ്. മറ്റേത് കഴിഞ്ഞു ഭക്ഷണം, പിന്നെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ശേഷം കഴിക്കാം. നമുക്ക് ആഫിയത്ത് കിട്ടി, ഇനി വേഗം നിസ്കാരം. അപ്പൊ അതിന് നേരത്തെ ഒന്നു കൊടുത്ത് സെറ്റായിട്ടിരിക്കുക. അപ്പൊ ആ സമയത്തൊണ്ടൊരു നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ഒരു പരിപാടി, അങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് കറക്കി സമയം മൊത്തം പോയി. ഇവർക്കൊരു 10 മിനിറ്റ് ഇരുന്ന് ദ്വാരക്കാനുള്ള അവസരവും നഷ്ടപ്പെട്ടു. ഏറ്റവും ദ്വാര ഇജാബത്തുള്ള സമയം അത് മഗ്‌രിബിന് തൊട്ടുമുമ്പുള്ള സമയം. ഇജാബത്ത് ഉറപ്പാണ്. ഇജാബത്ത് 100% ഉറപ്പുള്ള സമയം. 100%. ഫർളായ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്റ് ദുആ കഴിഞ്ഞാൽ ഉടനെയുള്ള സമയം. രണ്ടാമത്തത് മഗ്‌രിബിന് തൊട്ടുമുമ്പുള്ള സമയം, പാതിരാത്രി സമയം. ഈ 3 സമയം ദുആ ചെയ്താൽ പിന്നെയുണ്ട് സമയം. ഈ 3 സമയങ്ങൾ നബിതങ്ങൾ ഒരു ഹദീസിൽ തന്നെ പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. മഗ്‌രിബിന് തൊട്ടുമുമ്പുള്ള സമയം
നമ്മളാ സമയത്ത് എവിടെയുള്ളത്? നമ്മളാ സമയത്ത് പാർക്കില്ല, റാഹത്തായിട്ട് പാർക്കിരിക്കുക, പെറ്റ്സിനെയൊക്കെ തലോടിക്കൊണ്ട്. കുറേ പേര് അങ്ങനെ, കുറേ പേര് കടപ്പുറത്ത് പോയിരുന്നിട്ട് കടല ഉറിച്ചുകൊണ്ടിരിക്കുന്നത്, കടലിൽ നോക്കിയിരിക്കുക. കടലാണെങ്കിൽ ഇരുട്ടോട് ഇരുട്ട്, അങ്ങോട്ട് നോക്കിയിരിക്കുക. എന്നാലും കുഴപ്പമില്ല. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. ഈ ഇരുത്തം വീട്ടിൽ ഇരുന്ന് ഉമ്മാടെ മുഖത്ത് നോക്കി ഇതിനേക്കാൾ വലിയ കൂലി കിട്ടിയാൽ, അതിന് ഇരുണ്ട മുഖമാണെങ്കിലും വെറുപ്പാണെങ്കിലും എല്ലാണെങ്കിലും ഏറ്റവും കൂടുതൽ കൂലിയാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ കൂലി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സമയം വെറുതെ പോവാൻ. ആഖിറത്തിന് വേണ്ടി ഓരോ സെക്കൻഡുകളും എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളും ഓരോ മുഅ്മിനിനോടും വിളിച്ചു പറയുന്നുണ്ടത്രേ, ഇന്നി യൗമുൻ ജദീദ് വഇന്നി അലാ മാ യഅമലു ഫിയാ ഷഹീദ് വഇന്നി إذا غربت الشمس لم أرجع إليكم إلى يوم القيامة. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ഓരോ ദിവസങ്ങൾ, ആ ദിവസങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടത്രേ, ഞാനൊരു പുതിയ ദിവസമാണ്, ദിവസമാണ്. ഓരോ ദിവസവും പറയുന്നുണ്ട്. നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരം അറബി ദിവസങ്ങൾ കണക്കാക്കുക എപ്പോൾ മുതലാ? മഗ്രിബ് ടു മഗ്രിബാണ്. അപ്പൊ ഇന്ന് മഗ്രിബിന് തുടങ്ങിയത് നാളെ മഗ്രിബോടുകൂടി കഴിയുമ്പോൾ ഒരു ദിവസം പൂർത്തിയായി. അങ്ങനെയാണ് കണക്കാക്കുക. അപ്പൊ ഇന്ന് മഗ്രിബ് കഴിഞ്ഞപ്പോൾ തന്നെ ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് നോക്കണേ എന്ന് പറഞ്ഞ് നമ്മളോട് പറയാ. ദിവസങ്ങൾ നമ്മൾ അറിയുന്നില്ല, ഓരോ മനുഷ്യരോടും പറയുമെന്ന. ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്, ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്നതാകുന്ന എന്തെല്ലാം നന്മകളുണ്ടോ, എന്തെല്ലാം തിന്മകളുണ്ടോ, അതിനെല്ലാം ഞാൻ സാക്ഷിയാണ്, സാക്ഷിയാണ്. വഇന്നി إذا غربت الشمس لم أرجع إليكم إلى يوم القيامة. ഞാനാകുന്ന ഈ ദിവസം നിന്നിലേക്ക് ഇനി മടങ്ങി വരില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കലോടുകൂടി നാളത്തതാകുന്ന വൈകുന്നേരത്തോടുകൂടി ഇനി ഒരിക്കലും നിന്നിലേക്ക് മടങ്ങി വരില്ല കേട്ടോ. ഏതെല്ലാം കാലങ്ങൾ കഴിഞ്ഞാലും, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു രാവിലെ നീ തിരിച്ചു വിളിക്കാൻ നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ ഇനി മടങ്ങി വരില്ല. ഇത് കൃത്യമായി എല്ലാ ദിവസവും ദിവസങ്ങൾ വന്നുകൊണ്ട് ആദം സന്തതികളോട് പറയുന്നുണ്ടെന്ന് നബിയോനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 2025 കഴിഞ്ഞ് 26 കഴിഞ്ഞ് 27 പോകുന്നു. ഇങ്ങനെ ഓരോന്ന് പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആയുസ് ഇങ്ങനെ ഓരോന്നു. താടിയും തലയിലെ രോമവും ഒക്കെ നരയ്ക്കുന്നു, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, ഓർമ്മ കുറയുന്നു, ചിന്താശക്തി നഷ്ടപ്പെടുന്നു. വലിയ പ്രശ്നങ്ങൾ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്, അണയാൻ പോവാൻ. മരണത്തിലേക്കുള്ളതാകുന്ന വിളിയാളം അടുത്തു വരുന്നു. അതിന്റെ സൂചനയാണ് നീ ഈ ലോകത്ത് നിന്ന് ഇതാ ഇല്ലാതാകാൻ പോവാ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. എന്ത് ചെയ്തു? കുറെ നാള് ജീവിച്ചോ? ഇവിടെ ഇല്ല, ആകെ കുറഞ്ഞ കാലം ജീവിച്ചതായിട്ടാണ് നിനക്ക് തോന്നുന്നത്. പക്ഷെ ആ ജീവിച്ച കാലം അത്രയും എന്തെങ്കിലും നന്മയുണ്ടോ? ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ് നബി? ജനങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം കിട്ടിയവനാണ്. 40, 50, 60, 70, 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ആ ജീവിച്ച കാലം അത്രയും നന്മയാണ്, നന്മയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ ശർറുന്നാസി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ് റസൂലേ? ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ മൻ ത്വാല ഉംറുഹു വസാ അമലുഹു.
ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ പ്രയോജനമില്ല, അമലില്ല, നിസ്കാരം കറക്റ്റ് അല്ല. പരിശുദ്ധ റബ്ബിന്റെ തിരുഹദ്റത്തിൽ പോയി കൊണ്ട് ഇസ്രാ മിഅ്റാജ് രാവിൽ പോയി കൊണ്ടുവന്ന നമസ്കാരത്തെ ഗൗനിക്കാതെ പന്ത് കളിച്ചുകൊണ്ട് ടർഫുകളിലൂടെ കറങ്ങി നടന്നതാകുന്ന ചെറുപ്പക്കാരനാ. ഫുട്ബോളിന്റെ മേഖലയിൽ വിരാജിച്ചവനാണ്, സിനിമാ മേഖലയിൽ വിരാജിച്ചവളാണ്. റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാതാപിതാക്കളുടെ നിർബന്ധം ചെലുത്തി അതിന്റെ പിറകെ നടന്നവനാണ്, റീൽസ് കളിച്ചുകൊണ്ട് നടന്നവനാണ്. മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോയവരാ. ആഖിറത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചവരാണ്. മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. അമ്പിയാക്കൾ വെറുത്തിട്ടുള്ള, ഔലിയാക്കൾ വെറുത്തിട്ടുള്ളതായ എല്ലാ നീചവൃത്യങ്ങളും ചെയ്തവരാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, മാതാപിതാക്കളെ അവഗണിച്ചവരാണ്, അവർ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവരാണ്. പ്രിയപ്പെട്ടതാകുന്ന ദീനിന്റെ കാവൽ പടന്മാരാകാൻ തയ്യാറല്ല. അലിമീങ്ങളെയും ദീനിന്റെ അഹ്ലുകാരെയും മുത്തഅല്ലിമീങ്ങളെയും ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ്. പരലോകത്തെ ഗൗനിക്കാതെ ദുനിയാവിന്റെ പിറകെ നടന്നവനാണ്. ആഖിറത്തെ ഗൗനിക്കാൻ നടന്നവനാണ്. അവനാണ് ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹബീബുനാ റസൂലുള്ളാഹിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. ഖുർആൻ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞു വിടാത്തതാകുന്ന മക്കളല്ലേ, നമസ്കാരം ചിട്ടവെക്കാൻ സമയമുണ്ടായിട്ട് പോലും ആ നമസ്കാരത്തെ ഗൗനിക്കാത്തവരായി ഈ സമൂഹമില്ലയോ, സമുദായമില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനോട് അനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകി, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലു മുർതഹീലുമാണ്. ഖാലൂ വമൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാത്തത് കൊണ്ട് തന്നെ വിശദീകരിച്ച് ചോദിച്ച അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖതമ ഖത്മതാ ഇസ്തഅനഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ സൂറത്ത് മുതൽ പരിശുദ്ധമായ സൂറത്ത് നാസ് വരെ പാരായണം ചെയ്ത് അതിന്റെ പൂർത്തീകരണം എത്തിയതിനു ശേഷം വീണ്ടും ഇതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുകയാണ്. വീണ്ടും ഇതാ സൂറത്തു നാസ് വരെ ഓതി പൂർത്തീകരിക്കുകയാണ്. വീണ്ടും ഇതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങുകയാണ്. ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ച് ഓതിക്കൊണ്ട് നിലകൊള്ളലാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വല്ലദീ യതകഅകഉ ലഹു അജ്റാൻ, വിക്കി പ്രയാസപ്പെട്ട് ഓതുന്നതായ ഉമ്മമാരില്ലേ, ഉപ്പമാരില്ലേ, അവർക്ക് രണ്ട് പ്രതിഫലമാണുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ബുദ്ധിമുട്ടി ഓതുന്ന ആളുകൾ, പ്രായത്തിൽ നിന്ന് ഉമ്മമാരും ഉപ്പമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ പലപ്പോഴും പ്രയാസപ്പെട്ട് ഓതുന്നവരുണ്ടാവും. അരണ്ട വെളിച്ചത്തിൽ ചെറിയതാകുന്ന ലൈറ്റ് തെളിച്ചിട്ട് അവരിങ്ങനെ ഓതുകയാണ്. ഒരു മടിയില്ല അവർക്ക് ഖുർആൻ ഓതുന്നതിന്. അങ്ങനെ പ്രയാസപ്പെട്ട് ഓതുന്നവന് രണ്ട് കൂലി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫ് ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ഹർഫുകൾക്കും 10 പ്രതിഫലമാണ്. ഖുർആൻ ഓതുന്നവരെ ഒരു ഹർഫിന് അല്ലാഹു നൽകുന്നത് 10 പ്രതിഫലമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല സ്വഹാബ അലിഫ് ലാം മീം, ഈ 3 അക്ഷരങ്ങൾ കൂടുന്നത് അതൊരൊറ്റ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്, ലാമുൻ ഹർഫുൻ രണ്ടാമത്തെ അക്ഷരമാണ് ലാം, മീമുൻ ഹർഫുൻ മൂന്നാമത്തെ അക്ഷരമാണ് മീം. അലിഫ് ലാം മീം
ഈ 3 ഹർഫ് ഉച്ചരിക്കുമ്പോൾ 30 കൂലിയാണ്, പ്രതിഫലമാൻ 30 കൂലി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഉറങ്ങുന്നവരെ ഉണർത്താൻ സ്പെഷ്യൽ ഐറ്റം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസത്തേക്ക് ഉറങ്ങത്തില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുടിച്ചോളില്ലാരും. അല്ലാഹു ആഫിയത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാൻ നീട്ടൂല കേട്ടോ. ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കൂലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സീസ്കാനിലോ ഒരുങ്ങിയാ വന്നിരിക്കുന്നുണ്ട്. അല്ലേ തലയിലൊരു തോർത്തൊക്കെ ഇട്ട് പഴയ വാത് വെക്കാൻ വരുന്ന ആൾക്കാർ. നീ മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിൽ ചെവിയിലോട്ടൊന്നും പിടിക്കണം. നല്ല സെറ്റായിട്ട് വന്നിരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കും, നീട്ടുന്നില്ല. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടാൽ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വീണ്ടും ഓതി ആവർത്തിച്ച് ഓതലാണ് അല്ലാഹുക്ക് ഏറ്റവും പ്രിയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതുകയും വേണം, നല്ലതുപോലെ കേൾക്കുകയും വേണം കേട്ടോ. രണ്ടും വേണം. ഇന്നിപ്പോൾ കേൾവി കുറഞ്ഞു, ഓതലും കുറഞ്ഞു, രണ്ടുമില്ല. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ എന്താ കേൾക്കുന്നത്? മൊബൈൽ ഫോൺ തന്നെ എല്ലാവരുടെയും കയ്യിൽ. ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് കാണാം, ഇഷ്ടംപോലെ ഓഡിയോ നമുക്ക് കേൾക്കാം. എല്ലാ സൗകര്യമുണ്ട്. ആൻഡ്രോയിഡ് ആയാലും ആപ്പിൾ ആയാലും എല്ലാം ഫ്രീ ആയി തന്നെ. അല്പം നെറ്റ് ഉണ്ടായാൽ മതി. ഇന്റർനെറ്റിലൂടെ നമുക്ക് ഖുർആൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നല്ല വൃത്തിക്ക് യാത്രാവേളയിലൊക്കെ ഓതാം. പറ്റൂലേ? പിന്നെ സുഖമായിട്ട്. പക്ഷെ എത്ര പേര് ഓതുന്നുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ പാരായണം ചെയ്യുന്നുണ്ട്? ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു ട്രെയിനിൻ്റെതാകുന്ന മുകൾ ഭാഗത്തേക്ക് ഒരു കമ്പാർട്ട്മെന്റിനകത്ത് ഒരു ബെർത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം, വീഡിയോ ഒരുത്ത മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ ഷൂട്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവം? ഇവനിങ്ങനെ അത് തുറന്നു വെച്ചിട്ട് ഖുർആൻ ഓതുന്നതാണ്. അപ്പൊ ഇവനൊരു 1/2 മിനിറ്റിലേക്ക് ഇടാനുള്ള ഒരു റീലുണ്ട വകുപ്പായി. ഇവനത് പതുക്കെ ഷൂട്ട് ചെയ്തിട്ട് മുമ്പൊക്കെ അവൻ്റെ ചാനലിലിട്ട്. അപ്പോൾ ആളുകൾ ഭയങ്കര കമന്റ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, യാ അല്ലാഹ്, പടച്ചവനെ. എന്താ സംഭവം? മൊബൈലിനകത്ത് ഒരാൾ അല്പം മുസാഫ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് മുസാഫ് ഇങ്ങനെ വെച്ച് ഖുർആൻ ഓതുന്നത്. ഒരു പയ്യൻ നിന്നുകൊണ്ട് ഓതുകയാണ്. അവൻ വെച്ചൊരു ബെർത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഓതുന്നത്. പുറകിൽ നിന്ന് ഒരാൾ വീഡിയോ എടുത്ത് പകർത്തി അത് എന്ത് ചെയ്തു? അപ്ലോഡ് ചെയ്തു. അപ്പോൾ അത് വലിയ വൈറലായി, വലിയ സംഭവമായി. കാരണം എന്താണെന്നറിയാം, ഇന്നത്തെ കാലത്ത് ഖുർആൻ സാധാരണ അങ്ങനെ തുറക്കലില്ല. ഒരുത്തൻ തുറന്നപ്പോൾ അത് അത്ഭുതം. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്. സാധാരണ തുറക്കൽ തണ്ണിയിലെ എന്തെടുക്കുകയാണ്, കുളിച്ചോന്നാണ് നോക്കൽ. ഇന്നിപ്പോൾ പതിവില്ലാതെ പിന്നെ ഇത് തുറന്നല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്കും അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ് എന്നാണ് നമ്മുടെ ലോകം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അതാണ് അത്ഭുതം. അജബാണ്, അത്ഭുതം. ഒരുത്തൻ ഖുർആൻ തുറന്നത് കണ്ട്, മൊബൈലിനകത്ത് ഖുർആൻ തുറന്നത് കണ്ടപ്പോൾ ഒരു അത്ഭുതം. അത് ഭയങ്കര അത്ഭുതമായി മാറി. അങ്ങനെയാണല്ലോ. ഇന്നിപ്പോൾ നമുക്കൊക്കെ മൊബൈലുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലാണല്ലോ കടന്ന് വിരകുന്നത്. രാവിലെ മുതൽ ഫുഡിൻ്റെ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നു. എവിടെയൊക്കെ ഫുഡുണ്ട് അവിടെയൊക്കെ പോകും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എല്ലായിടത്തും നമ്മൾ ഓടി നടക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജീവിതം നമ്മൾ നയിക്കുന്നവരുണ്ടോ? ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടോ? ചിന്തിക്കുക. റമദാന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കാൻ നമ്മൾ എത്ര ദിവസം ഖുർആനുമായി ബന്ധപ്പെട്ട് യാസീൻ കൃത്യമായി ഓതുന്നവരുണ്ടോ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹാബ. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്. ആരെങ്കിലും ഓതുന്നുണ്ടോ? കൃത്യമായി ഓതുന്നവരുണ്ടോ? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാഅ. എല്ലാ ദിവസവും കൃത്യമായി നബി തങ്ങൾ ചെയ്തിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ ഓതിയിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. കാന എന്ന പദം ദവാമിനെ കുറിക്കും. നമുക്കറിയാം നിദാന ശാസ്ത്രം. കൃത്യമായി ചെയ്തിരുന്ന, മുടങ്ങാതെ ചെയ്തിരുന്ന അമലാണത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യാസീൻ. ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ ഈ ഖുർആൻ ഇറങ്ങിയിട്ട് ഒരെണ്ണം ഓതി വൈകിട്ടെങ്ങാനും ഓതിയ അത് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടണം. സാധേ യാസീൻ ഓതി ദ്വാരക്കണം. 10 സലാത്ത് ഇല്ലിട്ടുണ്ട്, 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ്. 10 സലാത്തിൻ്റെ പ്രതിഫലം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദുആ ചെയ്ത് നാട്ടുകാരെല്ലാവരും അറിയിക്കുക. അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കുക. ഇതൊന്നും വലിയ സംഭവമല്ല. മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ അമലൊക്കെ എത്രയോ പരിതാപകരം, എത്ര കുറവാണ്. ഞാൻ 2 മാസം മുമ്പ് ഇറാഖിൽ സിയാറത്തിന് പോയി. മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ടതാകുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മശായിഖന്മാരിൽ പ്രമുഖരാണ്. സൂഫി സൽസരണിയിലേക്ക് അദ്ദേഹത്തെ വഴി നടത്തിയതാകുന്ന മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു. വലിയ മഖാമാണ്. അള്ളാഹു നമുക്കവിടെ പോകാനും സിയാറത്ത് പോകാനും തൗഫീഖ് നസീബാക്കട്ടെ. അവരുടെ തൊട്ട് ചാര അടക്കം ചെയ്തിരിക്കുന്നു അവരുടെ ശൈഖാവുന്ന സരിയു സുഹത്ത് റളിയല്ലാഹു. അവരുടെ മശായിഖന്മാരുടെ മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു, മൂസൽ കാദിം റളിയല്ലാഹുവിനെ പോലെയുള്ള വലിയ മഹാന്മാർ അവരൊക്കെ ഇറാഖിൽ തന്നെയാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനടുക്കെ പോയപ്പോൾ അവിടെ മഖാമിൽ ഖിദ്മത്ത് ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ തസ്ബീഹ് തന്നു. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് 5 മിനിറ്റ് നസീഹത്ത് കൊടുത്തു. കൂടെ വന്നവരോട് ഈ തസ്ബീഹ് തന്നത് വെറുതെ അല്ല, തസ്ബീഹ് ചെല്ലാൻ വേണ്ടി തന്നതാണ്. നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാവണം, എപ്പോഴും ഒരു തസ്ബീഹ് ഉണ്ടാവണം. യാത്ര ചെയ്യുന്നവൻ്റെ കൈകളിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി കൈ വിരലുകൾ വെച്ചുകൊണ്ടാണെങ്കിലും ദിക്ർ ചെല്ലുന്നവനായി നമ്മൾ മാറണം. എന്തുകൊണ്ട്? ഈ കിടക്കുന്ന വ്യക്തി മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം പോലും മുടങ്ങൂല 30,000 തസ്ബീഹ് ചൊല്ലുമായിരുന്നു എല്ലാ ദിവസത്തിലും. 30,000 തെറ്റിപ്പോയിട്ടില്ല, വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, 30,000 തസ്ബീഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ഫർദ് നമസ്കാരങ്ങൾക്ക് കൂടാതെ 300 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. 300 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു. നമ്മൾ തറാവീഹ് വരുന്നു എന്ന് കേട്ടിട്ട് ഇപ്പോഴേ തന്നെ തൈലം തിരമിക്കൊണ്ടിരിക്കുക, 20 റക്അത്ത് നിൽക്കുക, ഇപ്പോഴേ വേദന. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ കൗമിൻ്റെ അവസ്ഥയെ നമ്മൾ 2 റക്അത്ത് തറാവീഹ് കഴിഞ്ഞാൽ തുപ്പാൻ പോവാ പുറത്തോട്ട്. 2 റക്അത്ത് നിസ്കരിച്ചേ ഉള്ളൂ. വെളിയിലോട്ട് ഉസ്താദിന്റെ ഷൂ അടക്കുന്നത് അതിനകത്ത് ഏറിട്ട് തുപ്പാൻ പറ്റിയില്ലെങ്കിലും കിടക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പിന്നെ ഒരു വെള്ളം കുടിക്കാനൊരു പോക്കുണ്ട്. അത് വെളിയിൽ നിന്ന് ഒരുത്തൻ കണ്ണ് കാണിച്ചാൽ അവൻ്റെ വൈകൊക്കെ ഒരു ഒറ്റ പോക്കാം, പിന്നെ വഴിക്ക് വരുത്തില്ല. കുലുക്കി സർബത്ത് അടിക്കാൻ പോയി. അലന്തറ മുതൽ താഴോട്ട് നല്ല സ്പീഡിൽ പോകുന്ന ഉസ്താദ് ഉണ്ടെങ്കിൽ അതിന് കൈ കൊടുക്കും. ഉസ്താദ് നല്ല റാഹത്തായിരുന്നു കേട്ടോ. ഇന്നലെ പോയ പോലെ തന്നെ അതേ സ്പീഡിൽ പൊയ്ക്കോണം. കറക്റ്റ് 3/4 മണിക്കൂർ കൊണ്ട് എല്ലാം തീർക്കണം. വളരെ നമ്മുടെ ഗവൺമെന്റ് അവസ്ഥയാണ്. അല്പം ഒന്ന് നീണ്ടുപോയ കമ്മിറ്റിയുടെ സെക്രട്ടറി റൂമിലോട്ടൊന്ന് കയറും. ഉദാഹരണത്തിന് 10 മണിക്ക് തീരുന്ന തറാവീഹ് 10:05 പോകുമ്പോൾ അപ്പോൾ ആളുകൾ പറയും കൈമടക്കം നോക്കാൻ കയറിയ കേട്ടോ ആചാര്യ. കൈമടക്കൊന്നുമല്ല, കാലുമടക്കാൻ കയറിയത്. അകത്തോട് കയറിയിട്ട് പറഞ്ഞേ 5 മിനിറ്റ് കയറിപ്പോയിട്ടുണ്ട്. നാളെ മുതൽ അല്ലാത്ത 10 കറക്റ്റ് നിർത്താൻ കേട്ടോ. നിങ്ങൾ അല്ലെങ്കിൽ 14 കഴിയുമ്പോൾ സാധനം പറഞ്ഞു വിടും. ഉള്ള കാര്യം പറഞ്ഞു ഇവിടെ പണ്ട് മുതലേ കറക്റ്റ് 10-ന് തീരുന്നു. ഇത് പറയാനാണ് റൂമിൽ കയറിയത്. അല്ലാതെ കൈമടക്കവും ഇല്ല, ശമ്പളവും ഇല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെയാണ് നടക്കുന്നത്. ഓരോ മഹല്ലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത്. അതായത് പരിപാലകർക്ക് പോലും താല്പര്യമില്ല ഇതൊന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇഖ്ലാസ് വെച്ച് 3 സലാത്തുള്ളത് ഒരു 10 സലാത്താക്കി പോയാൽ വെറുതെ എന്തിന് വേറെ ജോലിയൊന്നും സമയമില്ല. ഒന്നാമത് വേഗം പോരണ്ട. എല്ലാവർക്കും ആൾക്കാരൊക്കെ ധൃതിയുള്ളവരാണ്. ഉള്ളതും കൂടി കുറയ്ക്കുന്ന ഒരു പരിപാടി. ഇനി എന്തെങ്കിലും മഹല്ലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഹദ്ദാദുണ്ട്, മൗലിദുണ്ടെങ്കിലോ ഈ പറയുന്ന ഹാജിയാക്കന്മാരാരെങ്കിലും ഉണ്ടോ? അതിന് ഹദ്ദാദിനും ഇല്ല, മൗലിദിനും ഇല്ല. ശേഷം നല്ല പൊറോട്ടയും ബീഫും ഉണ്ടെങ്കിൽ ഹദ്ദാദിനും ഉണ്ട്, മൗലിദിനും ഉണ്ട്. ഫ്രണ്ടിൽ കയറി പുതി വിളമ്പാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലെങ്കിൽ ഹദ്ദാദും ഇല്ല, മൗലിദും ഇല്ല. ആരെങ്കിലുമൊക്കെ ചെല്ലിക്കോട്ടെ. ചെല്ലിയില്ലെങ്കിൽ കമ്മിറ്റിക്കാരും വേണമെങ്കിൽ ഒച്ചപ്പാടും വേളവും എല്ലാവരും പറഞ്ഞു വിടാൻ റെഡിയാണ്. എന്താണ് ഇവിടെ ഓതാനെന്ന് ചോദിക്കും. നടക്കുന്നത് ശരിയാണോ അല്ലയോ? ഇതൊക്കെയാണ് മഹല്ലത്തുകൾ നടക്കുന്നത്. എങ്ങനെ നമ്മൾ നന്നാവും? അപ്പം നമ്മൾ ഉമറാക്കൾ ആദ്യം റെഡിയാവണം. ഇതിനൊക്കെ ഗുണമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ഖുർആൻ ഓതുന്നതിന് ഗുണമുണ്ട്, മൗലിദ് ഓതുന്നതിന് ഗുണമുണ്ട്, ദിക്ർ ചൊല്ലുന്നതിന് ഗുണമുണ്ട്. മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിജയിക്കൂല. നമ്മളിൽ അമല് വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ തജഅലൂ ബുയൂതകും മഖാബിറ.
നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മോഹമാകുന്ന അന്തരീക്ഷമാക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഖബറിന്റെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ സലാം പറഞ്ഞാൽ പോലും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഉറക്കെയുള്ള പ്രതികരണമില്ല. അവരുള്ളുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കേൾക്കാനുള്ളതാകുന്ന കേൾവിയില്ല, കാത് അല്ലാഹു നൽകിയിട്ടില്ല. ഇതേപോലെ ഒരു ഖബറാളികളുടെ ചാരത്ത് നിന്നാലുള്ള അവസ്ഥ പോലെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മൂകമാക്കരുതേ. അഥവാ വീടുകൾ ദിക്റുകൾ കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട്, ഖുർആൻ ഓത്തുകൊണ്ട് ആത്മീയമായ മുഖരിതമാക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ലാ യദ്ഖുലു ഫീഹി ശൈത്വാൻ, ആ വീട്ടിൽ പിശാച് പ്രവേശിക്കില്ല, ആ വീട്ടിൽ പിശാച് കടക്കുകയില്ല എന്ന് നബിയോനാ ശഫീഉനാ റസൂലുള്ളാഹി. വീട്ടിലെ സൂറത്തുൽ ബഖറ ഒന്ന് ഓതി നോക്കി, പിശാച് ഇറങ്ങി ഓടുന്നതാണ്. അങ്ങനെ നാളെ തന്നെ ചെയ്തോ, മക്കളെ കൊണ്ട് ഓദിച്ചോണ്ട് മക്കളിങ്ങനെ ഓതുമ്പോണ്ട് സൈഡിൽ കൂടെ വാപ്പ ഇറങ്ങിപ്പോകുന്നു. 1-ാം നമ്പറാന്ന് മനസ്സിലാക്കണം. പിശാച് ഇറങ്ങിപ്പോയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശൈത്താൻ ഇറങ്ങും വീട്ടിൽ നിന്ന്, ഉറപ്പാണ്. നിസ്കാരവും ബോധവും ഇല്ലാത്തവനൊക്കെ അല്ലാഹു തആല കൊണ്ട് മാറ്റും. എല്ലാം നല്ല സ്വാലിഹീങ്ങളെ വീട്ടിലേക്ക് അടുപ്പിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ബഖറ സൂറത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതണം വീട്ടിൽ. ഈ പറഞ്ഞതിന്റെ ആശയം ഖുർആൻ മുഴുവൻ ഓതലാണ്. കാരണം അൽ ബഖറയിൽ എന്തുണ്ട്? ആയത്തുൽ കുർസി ഉണ്ട്. ആയത്തുൽ കുർസി ഓതിയാൽ പിശാച് അടുക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ എല്ലാം ഉണ്ടല്ലോ. ഖുർആൻ മനസ്സിലാക്കിയ റാഹത്താണ്. ഒരു പ്രസവം എടുത്തതാകുന്ന സ്ത്രീ അവൾ ഓതേണ്ട സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സൂറത്താണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ആയത്തുൽ കുർസി. അത് ഓതാൻ പറ്റുമോ? പ്രസവരക്തം വരുന്നതിന് മുമ്പ് ഒന്നായിരിക്കും പോയി പറഞ്ഞു. രക്തം പുറപ്പെട്ടാലല്ലേ ഓതാൻ പാടില്ലാത്തുള്ളൂ. അതിനു മുമ്പ് ഖുർആൻ ഓതാം. അപ്പൊ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുക. കറാത്ത് മറാത്ത്. അപ്പൊ സുഖപ്രസവമാവും, എളുപ്പവും. കാരണം പിശാച് എടുക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ കാര്യമല്ലല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ നിസാരമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ദിക്ർ എന്ന് പറയുന്നത് ഇസ്മുൽ അസമിൽ പെട്ട നാമമാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആയിരുന്നു. ഇജാബത്താണ്, ഉത്തരം ഉറപ്പാണ്. അവിടെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളൊക്കെ, മഹാന്മാരൊക്കെ, കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ, മഹത്തുക്കളൊക്കെ ദുആ ചെയ്യുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. കാരണം ദുആയിന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അതാര് പറഞ്ഞതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ, ഇതൊക്കെ ഇങ്ങനെ ഓതണം, വീടുകളിൽ ഓതണം. വീട്ടിലെ യാസീനും ഇല്ല, വാക്കയില്ല, മുൽക്കും ഇല്ല, ഒന്നുമില്ല. ഖബർ ജീവിതം സുരക്ഷിതം കിട്ടാൻ യാസീന് സൂറത്തുൽ മുൽക്ക് പഠിപ്പിച്ചു. ആരോതുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. നിങ്ങളുടെ പെൺമക്കളെ പ്രത്യേകം സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര് ഓതുന്നുണ്ട്? അപ്പൊ വീട്ടിലെ ദുരിതവും പ്രയാസവും ഒക്കെ മറ്റുള്ളവരുടെ പങ്കുവെക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ ഖുർആനിനെ എടുത്തു കളഞ്ഞോ എന്ന് ആദ്യം ചിന്തിക്കണം. ഖുർആൻ എടുത്തു കളഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള ആയത്തില്ല, അതാണിതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഖുർആൻ വൃത്തിക്ക് ഓതിയാൽ ആ വീട്ടിൽ ഖൈറുണ്ടാവും. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകത്ത് വിഭാവനം ചെയ്യുന്നത് പരിപൂർണമായ ശിഫയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന മുസ്ലിമേ, നിങ്ങളുടെ വീട്ടിൽ കാരുണ്യമാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ.
രോഗശമനം വേണോ, ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണേ. വീട്ടിൽ കരുണ വേണോ, അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയണോ, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണേ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അൻവാറു തൻസീൽ വ അസ്റാർ തഅവീൽ എന്ന തഫ്സീർ ബൈളാവിയിൽ രേഖപ്പെടുത്തിയതായ ഹദീസല്ലേ, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിനെ നിസാരമായി കാണല്ലേ. ഫാത്തിഹ സൂറത്ത് അത് പ്രാരംഭ പ്രാർത്ഥനയാണ്. സൂറത്ത് ദുആ എന്ന മഹാനാകുന്ന ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പേര് വെച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനാ സൂക്തം പാരായണം ചെയ്യുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, അവരുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകുന്നതാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഹദീസ. അപ്പോൾ ഫാത്തിഹ ഇങ്ങനെ ഓതുക. ഓരോ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസ് കൈവെള്ളയിൽ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ തടയിക്കുക. അല്ലാഹ് ഒറ്റ ഒരുത്തനും എടുക്കൂല, ഒരു ഷെറും ഉണ്ടാവില്ല, ഒരു കണ്ണീർ വെക്കൂല, ഒരു അസൂയാലക്കയുടെ അസൂയ വെക്കൂല, ഒരു മാരണം, ഒരു കൂടത്തിലും ഒരു പണി നിനക്ക് കിട്ടൂല. ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങനെ ചെയ്യണം. കച്ചവടത്തിലും തട്ട് കിട്ടത്തില്ല, ബിസിനസ്സിലും വിട്ടുകിട്ടില്ല, ഒന്നും വേണ്ട. ഏറ്റവും എളുപ്പമുള്ള പണി ഇപ്പൊ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 സൂറത്തുകൾ, സൂറത്തുൽ മുഅവ്വിദതൈൻ എന്നറിയപ്പെടുന്നതാകുന്ന സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും, ഈ 2 സൂക്തങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ പലതും വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. ഈ 2 സൂക്തങ്ങൾ വന്നതിന് ശേഷം നബി തങ്ങൾ വഫാത്ത് വരെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇത് ഓതി മന്ത്രിക്കും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് പറയണ്ടല്ലോ, തഅദുലു സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 3/1 3 വട്ടം ഓതിയ ഖുർആൻ ഖത്മ് തീർത്ത പ്രതിഫലം എന്ന് പറഞ്ഞു. വാപ്പായും ഉമ്മയും മരിക്കുമ്പോൾ 3 ഓതിക്കൊണ്ടിരിക്കാനല്ല, അപ്പോൾ ഫുൾ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊരു ഷോർട്ട് കട്ട്. പെട്ടെന്ന് നമ്മളൊരു സാധാരണ ഒരു ഫാത്തി വിളിച്ചാൽ നമ്മൾ ഈ 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. കാരണം ആ വീട്ടിൽ ഒരു ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഖുർആനുമായി ഒരു ബന്ധം വരണം. يدفع المستمع القرآن بلوى الدنيا وعن تار القرآن بلوى الآخرة. ഖുർആൻ കേൾക്കുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തേ, ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു കാവൽ നൽകുമേ. വഅൻ താലിൽ ഖുർആനി ബൽവൽ ആഖിറ. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ കേട്ടാൽ തന്നെ ദുനിയാവിന്റെ എല്ലാ മുസീബത്തും മാറും. ഖുർആൻ ഓതിയാലോ ആഖിറത്തിൽ രക്ഷ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവ രണ്ടും വേണം നിർത്തം. ഖുർആൻ ഓതണം, ഖുർആൻ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്. നബി തങ്ങൾ ഓതി കേൾക്കാൻ വലിയ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ ഖാരിഅ, നല്ല ഓതാൻ അറിയാവുന്ന സ്വഹാബത്ത് 4 പേരാണ്. നല്ല ഓത്തറിയാവുന്ന സ്വഹാബത്ത് ആരൊക്കെയാണ്? 4 പേരാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ മഹത്തുക്കളൊക്കെ തന്നെ ഖുർആനുമായി നല്ല ബന്ധമുള്ളതാകുന്ന വ്യക്തിയാണ്. 4മത്തത് മഹാനായ സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഇതിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല ഖാരിയാണ്, നല്ല ഓത്താണ്. അപ്പൊ അദ്ദേഹത്തോട് നബി പറയട്ടെ, ഖുർആൻ ഒന്ന് ഓദിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി ഞാനെങ്ങനെ ഓതാ? തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടു, തങ്ങൾ ഓതാ, അതല്ലേ വേണ്ടത്. നബി പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിനെ ഓതി കേൾക്കുന്നതിന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളിൽ കുറഞ്ഞു പോയി ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് പോവുക. മക്കളൊക്കെ എവിടെ യാത്ര ചെയ്താലും ഹെഡ്സെറ്റ് ഉണ്ട്, നല്ല സിനിമാ പാട്ടും കേട്ടുണ്ട്, റാഹത്തായിട്ട് നടക്കാൻ. ഒരു കാറ് വാങ്ങി ആ കാറിനകത്ത് ആദ്യം ഇടുന്ന ഏതായിരിക്കും? നല്ല DJ പാട്ടായിരിക്കും, വല്യപ്പ ഉൾപ്പെടെ. അണ്ടർവെയർ ഇട്ടുകൊണ്ട് അതിനകത്ത് തുള്ളിക്കൊണ്ട് പോവാൻ. അല്ലാഹു നമ്മളൊക്കെ നല്ല DJ പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് പോവാ. ഒരു വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തു. ഒരു വീട്ടിൽ എന്ത് ചെയ്തു? നല്ല സെറ്റുകൾ കൊണ്ടുവന്ന് വെച്ചു, ബോക്സ് കൊണ്ടുവന്ന് വെച്ചു. ആദ്യം അതിലിട്ട് നോക്കുന്നതായിരിക്കും പാട്ട്. അല്ലാതെ ഒരു കല്യാണ സദസ്സ്, അതില് നിക്കാഹം കൂടെ കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഖതീബ് ഉസ്താദ് ഇറങ്ങി ഓടിക്കണം, പാട്ടിടാൻ പോവാണ്. പിന്നെ വെറൈറ്റി പെണ്ണ് വരുന്നുണ്ട്, ദേ വരുന്നു. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് കൊടുത്തവർ സ്വന്തം ശരീരത്തിൽ ഡ്രസ്സില്ല. അല്ലാഹു നമ്മളൊക്കെ
അങ്ങനെ തന്നെയല്ലേ ഇപ്പം നടക്കുന്ന കല്യാണം. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് കൊടുത്തു. തലേന്ന് അതിന് പിറ്റേന്ന് പച്ചക്കല്യാണം, ചുവപ്പ് കല്യാണം, നീല കല്യാണം. അവസാനം എല്ലാ കളറിലുള്ള കല്യാണങ്ങൾ കഴിഞ്ഞ് ഓരോ ദിവസവും ഓരോ ഡ്രസ് കോഡാണ്. നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഓരോരോ ഡ്രസ്സുകളാണ്. അവസാനം കല്യാണത്തിൻ്റെ അന്ന് വന്നപ്പോൾ ചെക്കനും പെണ്ണിന് എന്തില്ല, ഡ്രസ്സില്ല. എല്ലാം തുറന്നു വെച്ചിരിക്കുക. കാണുന്നതെല്ലാം വെളിയിലോട്ട് വെച്ച് റാഹത്തായിട്ട് മറച്ചു വെക്കേണ്ടതെല്ലാം തുറന്നു വെച്ചിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വെട്ടും കുത്തും റാത്തി പെടുന്ന പോലെ ചെറുക്കൻ്റെ പാൻറ്റ് മൊത്തത്തിൽ കീറി വലിച്ച് ഹലാക്കായിട്ടുള്ള പാൻറ്റിട്ടുണ്ടാവും വന്നിരിക്കും. അതാണ് നമ്മുടെ കൗമിൻ്റെ അവസ്ഥ. പറയാനാണെങ്കിൽ കുറേ പറയണം, പോകും അങ്ങോട്ട്, വേറെ വിഷയം പോകും. അതുകൊണ്ട് ഇപ്പോൾ അതിലോട്ട് പോകുന്നില്ല. ആയത്തും അധികം സോതാൻ തന്നെ വിട്ടുപോകും. പിന്നെ അതുകൊണ്ട് തിരിച്ചു വരിക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കൽ. ബുദ്ധിയുള്ളവർക്ക് അല്പം മതിയല്ലോ, ഒരുപാട് കടന്ന് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാകും. ആയുസ് കുറവാണ്, നന്നാവാൻ തീരുമാനിച്ചവർക്ക് ഇത് മതി. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് അനിവാര്യം, അത് ഒഴിവാക്കാൻ പാടില്ല. ആഖിറത്തിലേക്കുള്ള വലിയ നിക്ഷേപമാണ് ഖുർആൻ. അതെപ്പോഴും ഓതണം. ഇപ്പൊ ഈ മാസം തന്നെ മഹാനാകുന്ന ഖ്വാജ മുഈനുദ്ദീൻ ദിസിൽ അജ്മീരി റളിയല്ലാഹു അൻഹു ആണ്ടിന്റെ മാസമാണ്. എന്നാൽ തങ്ങളിവിടെ സൂചിപ്പിച്ചിട്ട് പോയത് റജബ് 6 അവരുടെ ആണ്ട്. അള്ളാഹു എടുത്ത പൊരുത്തം നമുക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ഖ്വാജ തങ്ങളാര് ഇറാനിലാണ് അദ്ദേഹം ജനിച്ചത്, ഇറാൻകാരനാണ്. അദ്ദേഹം 20 വർഷം അദ്ദേഹം ഓതിപ്പടിച്ച് തർബിയത്തിന്റെ മേഖലയിൽ ഉന്നത ശ്രേണിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് മഹാനാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ തിരുസൂതത്തിലാണ്. വലിയ സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കലാണ് 20 വർഷം പഠിച്ചത്. 20 വർഷത്തിന് ശേഷം അദ്ദേഹം വിളിച്ചിട്ട് ശിഷ്യനോട് പറയുന്നുണ്ട്, ജദ്ദിദ് വുളൂഅക, നിന്റെ വുളൂ ഒന്ന് പുതുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ തന്നെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, വുളൂ പുതുക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വുളൂ എവറടി ഉണ്ട്, എപ്പോഴും വുളൂ ഉണ്ട്. അതുകൊണ്ടാണ് വുളൂ പുതുക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പോയി തവല്ല നീ വുളൂ എടുക്കണ്ട പറയുന്നത്. മനസ്സിലാക്കണം. നമ്മളോ വുളൂ ഉണ്ടോ ഹാജിയാരെ? ഇല്ല ഹാജിയാരെ, വുളൂ ഹാജിയാർക്ക് വുളൂ ഇല്ല. നാളെ ഉണ്ടാവും, നാളെ ഇല്ല. മരിക്കുന്നിടം വരെ വുളൂ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. എപ്പോഴാണ് നമുക്കൊരു നല്ല വൃത്തിയായിട്ടൊരു ഒന്നുമുള്ള ഒരു അവസ്ഥ എന്നാ ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ? നമ്മളെപ്പോഴും ദായിമുൽ ഒന്നുമായിരിക്കണം. കാരണം വെള്ളത്തിനൊരു ക്ഷാമം ഇല്ലല്ലോ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ നാട്ടിൽ എവിടെ കുഴിച്ചാലും വെള്ളമാണ്. ഫുള്ള് എവിടെ കുഴിച്ചാലും പാറയാണ് വെള്ളം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന ഒരു നാട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. 80 അടി താഴ്ചയിൽ വെള്ളം കാണുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊന്ന് ഒന്നുതായിമാക്കി കൂടാ? മറ്റു രാജ്യമൊത്തു പോലെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അല്ലല്ലോ, വെള്ളം എപ്പോഴും സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ നല്ല റാഹത്തായിട്ട് എപ്പോഴും ഒന്നുകൊണ്ടുകൂടി റെഡിയായി നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഞാൻ ഇന്നാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഒരു സഹോദരൻ രാവിലെ കാണിച്ചാൽ, ഞാൻ പോരുമ്പോഴാണ് കണ്ടത്. രാവിലെ ഒരു പെൺകുട്ടി പൂനൂരാണോ പാനൂര് കണ്ണൂര് പാനൂരാണ്. ഒരു പെൺകുട്ടി അവർ ഏതൊരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ നിന്നിട്ട് കുഴഞ്ഞു വീഴാം. 19 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്, 19 വയസ്സുള്ളൂ. അതിന് വീഡിയോ ഇപ്പം വൈറലായിക്കൊണ്ടിരുന്നുണ്ട് സോഷ്യൽ മീഡിയ. കുഴഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ചോദിക്കുന്നു, അവിടെ വന്നിരിക്കുന്നു, സ്വന്തം കുടുംബം കൂടെയുണ്ട്, വെള്ളം എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നു. അത് കുടിക്കുന്നതിന് മുമ്പ് തന്നെ കുഴഞ്ഞങ്ങ് വീഴുകയാണ്. 19 വയസ്സുള്ളൊരു പെൺകുട്ടി കുഴഞ്ഞു വീഴുന്ന CCTV ക്യാമറ ദൃശ്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം, നാളെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കാണുക. ഏതുമായിക്കോട്ടെ, ഈ രീതിയിൽ നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രായമൊന്നും വേണ്ട, എപ്പോഴെങ്കിലും തീരാം. ആരോഗ്യമുള്ള ആളുകൾ തന്നെ പെട്ടെന്ന് ഇല്ലാതാകുന്നു. ചെറിയ കുട്ടികൾക്ക് വരെ 18 കോടി രൂപ വില വരുന്ന ഇഞ്ചക്ഷനാണ് ഇന്നും പറയുന്നത്. 18 കോടി വില വരുന്ന ഇഞ്ചക്ഷൻ. എന്നിട്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് തന്നെ മരണപ്പെട്ടു എത്ര ആളുകളാണ്? അതിനെ ജീവിച്ചിരിക്കുന്ന ഗ്യാരണ്ടി ഒന്നുമില്ല. അത് പിരിച്ചെടുക്കുകയാണ് നമ്മളെ ജനങ്ങൾ. കേരളത്തിലേതാകുന്ന സ്നേഹജനങ്ങൾ എല്ലാവരും കൂടി അത് സമ്പന്നമായിട്ട് അത് പിടിച്ചെടുത്ത് ആ പൈസ മുഴുവൻ പിടിച്ചെടുത്ത് ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോലും ജീവൻ നിലനിർത്താൻ പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ ലോകം. എപ്പോൾ വേണമെങ്കിലും നമ്മൾ തീരാം. അപ്പം നല്ല ഒന്നുകൂടിയുള്ള മരണം നമുക്കുണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വൈലത്തറ മുഹമ്മദ് കുഞ്ഞുമൂലവി അടുത്ത് മരണപ്പെട്ടു പോയ വലിയ പ്രഭാഷകനായിരുന്നു, വലിയ സൂഫി വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം എപ്പോഴും വുളൂ എടുക്കാൻ വലിയ ഇഷ്ടം വെച്ച വ്യക്തിയാണ്. വലിയ പ്രായാധിക്യം വന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടത്. രാവിലെ തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റ് വുളൂ എടുത്ത് പൂർത്തിയായി 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നത്. ഒരു മനുഷ്യൻ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ജീവിതത്തെ ക്രമീകരിക്കുന്നു, അതിലായിരിക്കും അവരുടെ മരണമെന്നാണ്. എപ്പോഴും വുളൂ മെച്ചപ്പെടുത്താൻ ഭയങ്കരമായി ശ്രമിച്ചിരുന്നു. വുളൂ മുറിഞ്ഞാൽ അപ്പോൾ വുളൂ എടുക്കണം. അത് അദ്ദേഹത്തിൻ്റെ ശീലിയായിരുന്നു. വൈലത്തറ മുഹമ്മദ് കുഞ്ഞുമൂലവി. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തുക. നമ്മൾ വുളൂ അങ്ങനെ എടുക്കുന്നവരാണോ? ചിന്തിക്കണം.
നമുക്ക് താല്പര്യമില്ല, ഇതുമായിട്ട് ബന്ധപ്പെടാനൊന്നും ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഒളു എപ്പോഴും നമുക്ക് വേണം. ഒളു മുറിഞ്ഞു, അടുത്ത ഒളു എപ്പോഴും ഒന്ന് പുതുക്കുക. ഖുജാ തങ്ങളുടെ ജീവിതത്തിൽ ഒളു മുറിഞ്ഞതാകുന്ന സമയമില്ല. 70 വർഷത്തോളം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ അവരെഴുതിയതാകുന്ന മൗലിദുണ്ട്. ആരെക്കുറിച്ച്? ഖുജാ തങ്ങളെ കുറിച്ച് എഴുതി. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാകുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ കാഞ്ഞിരമുറ്റത്തടങ്ങിയിരിക്കുന്നതാകുന്ന ഫരീദുദ്ദീൻ കല്ലശക്കർ റളിയല്ലാഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ ശൈഖാവുന്ന ബഹുമാനപ്പെട്ട ഖുജാ തങ്ങൾ 10-70 വർഷത്തോളം രാത്രിയുടെ തോതുകൊണ്ട് സുബഹി നമസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല എന്നർത്ഥം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം രാത്രിയിലൊക്കെ എപ്പോഴും ഖുർആനോത്താ. അതുകൊണ്ട് എന്താ, എല്ലാ ദിവസവും ഒരു ഖത്തുമാണ്. എല്ലാ ദിവസവും ഒരു ഖത്തും. ഷാഫി ഇമാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാ ദിവസവും ഒരു ഖത്തും. റമദാൻ വരും 2 ഖത്തും, പകലൊന്ന് രാത്രിയിലും. നമ്മൾ പകലും ഇല്ല രാത്രിയിലും ഇല്ല, ഒരു പേജ് പോലും പോകുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.